യൂറോപ്പിലേക്കുള്ള ഇമിഗ്രേഷൻ സാധ്യത, അത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടല്ല, സ്കിൽഡ് വർക്കേഴ്സ് അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, ഇതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് ഉണ്ട്, എൻജിനീയേഴ്സ് കോൾ ചെയ്യാറുണ്ട്, IT-കാരൊക്കെ കോൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്കൊന്ന് പോകണം, അതിൻ്റെ സാധ്യതകൾ. ആക്ച്വലി ചിലപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കർ ആവാം, ഒരു ഹെൽപ്പർ ആവാം, ലോഡിങ് അൺലോഡിങ് തൊഴിലാളിയാവാം. ഒരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ, റിജക്ഷൻ വരാനുള്ള സാധ്യത, മുന്നോട്ട് പോകാനുള്ള സാധ്യത, ഇതിൻ്റെ ഡിലേ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. റീസെൻ്റ്ലി ഞങ്ങളൊരു പ്രോസസ് അറ്റൻഡ് ചെയ്തു, വളരെ ഫാസ്റ്റ് ആയിരുന്നു. അത് ഒരു 3 weeks കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ. നമസ്കാരം, ആംസ് ഇമിഗ്രേഷൻ്റെ പറക്കാം സ്വപ്ന രാജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷനാണ്, അല്ലെങ്കിൽ സാധാരണ മലയാളികളൊക്കെ അത്യാവശ്യം സെർച്ച് ചെയ്യുന്ന ഒരു ഇമിഗ്രേഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂറോപ്പിലേക്കുള്ള ഇമിഗ്രേഷൻ സാധ്യതകൾ, അത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടല്ല, സ്കിൽഡ് വർക്കേഴ്സ് അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, ഇതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സക്സസ് ആയ കുറച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മളിന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ആംസ്റ്റർഡാമിലൂടെ. ആദ്യമേ യൂറോപ്പിലേക്ക് സാധാരണ ലേബേഴ്സ് കാറ്റഗറിയിലുള്ള ആളുകൾ സെർച്ച് ചെയ്യുന്നത് അൺസ്കിൽഡ് ജോബിനെ പറ്റിയാണ്. ഇത് സെർച്ച് ചെയ്യുന്നത് ആക്ച്വലി ലേബേഴ്സ് കാറ്റഗറി ഉള്ളവർ മാത്രമല്ല. എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന എൻക്വയറികളിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് ഉണ്ട്, എൻജിനീയേഴ്സ് കോൾ ചെയ്യാറുണ്ട്, IT-കാരൊക്കെ കോൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്കൊന്ന് പോകണം, അതിൻ്റെ സാധ്യതകൾ. ആക്ച്വലി സ്റ്റുഡൻറ് വീസകളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞൊരു 10 ലക്ഷം രൂപയെങ്കിലും അവർ സ്റ്റഡി പ്രോഗ്രാമിന് വേണ്ടി അവർ എക്സ്പെൻസ് ആയിട്ട് കരുതി വെക്കേണ്ടതുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു ജോലി കിട്ടി യൂറോപ്പിലേക്കൊന്ന് കിടക്കുക, അതും ഷെങ്കൻ റീജിയനിലാണെങ്കിൽ അല്ലെങ്കിൽ ഷെങ്കൻ രാജ്യങ്ങളിലേക്കാണെങ്കിൽ വളരെ സന്തോഷം. കാരണം ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 29 ഷെങ്കൻ കൺട്രികളിലേക്കും അവർക്ക് ആക്സസ് ഉണ്ട്. ഉദാഹരണം, ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനി പോവാം, ഇറ്റലി പോവാം, സ്പെയിനിൽ പോവാം, അല്ലെങ്കിൽ ഷെങ്കൻ്റെ ഏത് രാജ്യത്തിലേക്കും അവർക്ക് പോകാൻ സാധിക്കും എന്നൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റ്. കാരണം ധാരാളം മലയാളികൾ ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്നതായി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മലയാളികളുടെ ഇടയിലൂടെ വന്ന ശേഷമാണ് അവർ ഈ രാജ്യങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ത്വര വരുന്നത്. എല്ലാവർക്കും വേണ്ടി നാം സംസാരിക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾക്കാൾ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രൊഫഷണലായ ഒരു വ്യക്തി അൺസ്കിൽഡ് ജോബിന് വേണ്ടി ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്നാമത് നിങ്ങൾക്ക് ആ ജോലിയിൽ ഒരു പരിചയമില്ല. അൺസ്കിൽഡ് ജോലി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ അതൊരു വെയർ ഹൗസിൻ്റെ ജോലി ആവാം, ചിലപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആവാം, ഒരു ഹെൽപ്പർ ആവാം, ലോഡിങ് അൺലോഡിങ് തൊഴിലാളി ആവാം. ഒരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കിംഗ് സെക്ഷനിൽ ഏതെങ്കിലും ഒരു ചെറിയ സാധനം എടുത്ത് ബോക്സ് ചെയ്യുക, അതിനെ മാറ്റി വെക്കുക, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഡ്രീം. ഇതായിരിക്കും വെയർ ഹൗസ് ജോബ് എന്ന് നിങ്ങൾ പലതും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. അല്ല, നൂറുകണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്ത ഒരു റിക്രൂട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അൺസ്കിൽഡ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്യുന്ന, ശാരീരിക അധ്വാനം കൊണ്ട് ചെയ്യുന്ന ജോലികളെല്ലാം അൺസ്കിൽഡ് കാറ്റഗറിയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യം ആ ജോലികളെ പറ്റി എന്തെങ്കിലും ധാരണയുള്ളവർ അല്ലെങ്കിൽ അത് ചെയ്ത് പരിചയമുള്ളവർ യൂറോപ്പിലേക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പോകാൻ ശ്രമിക്കുക. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്, നിങ്ങളൊരു പ്രൊഫഷണൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനോടോ ഒരു ഏജന്റിനോടോ എനിക്ക് യൂറോപ്പിൽ ഒരു അൺസ്കിൽഡ് വിസ വാങ്ങി തരണം എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്കൊരു തൊഴിലാളിയായി പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. തൊഴിലാളിയായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് തൊഴിൽ ചെയ്തുള്ള ഒരു പരിചയമാണ്. ഏത് ജോലിയാണെങ്കിലും അതിനോടൊരു പരിചയം നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ആ രാജ്യത്ത് ആ ജോലി ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ റിട്ടേൺ പോരുകയോ അല്ലെങ്കിൽ ആ കമ്പനി അറിയാതെ വേറെ ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് പോകേണ്ടതായ അവസ്ഥയിൽ എത്തുന്ന മലയാളികൾ ധാരാളമുണ്ട്. അപ്പോൾ സ്കിൽഡ് ജോലി എന്ന് പറയുന്നത്, ഒരു ട്രേഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് സാധ്യതകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു വെൽഡറാണ്, ഒരു വെൽഡിങ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോലി ആയിരിക്കും, ടിക്ക് മിഗ് മാക് ഏതായിരിക്കും, നിങ്ങൾ ആ ജോലി ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ കാറ്റഗറി അയാൾ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ആദ്യം ആ ജോലി അല്ലെങ്കിൽ പോലും ആ ജോലി കണ്ടെത്താനുള്ളൊരു അവസരം ഉണ്ടാവും. നിങ്ങൾ നല്ലൊരു ഇലക്ട്രീഷ്യനാണ്, ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഇലക്ട്രീഷ്യനാണ്, നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനെ നമുക്ക്
സ്കിൽഡ് ജോലിയുടെ കാറ്റഗറിയിലേക്ക് വരുത്താം. അപ്പോൾ സ്കില്ലുള്ളവർക്ക് സ്കിൽ കാറ്റഗറി നോക്കുക. അൺസ്കിൽഡ് ആയ പരിചയമുള്ള, നിങ്ങളൊരു വെയർ ഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു ലേബറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു സ്റ്റോറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലോഡിങ് അൺലോഡിങ് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സും അതിൽ എന്തെങ്കിലുമൊക്കെ പരിചയ സംബന്ധവും എക്സ്പീരിയൻസും ഒക്കെ ആവശ്യമാണ്. നിലവിൽ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക്, ഷെങ്കൻ അല്ലെങ്കിൽ നോൺ ഷെങ്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ റിജക്ഷൻ ആണ് സാധ്യത. ഈ സക്സസ് റേഷ്യോ വളരെ കുറവാണ്. എന്ന് പറഞ്ഞ് ഇവിടുന്ന് ആരും പോകുന്നില്ലെന്നല്ല. 100 പേര് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 30 പേർക്കായിരിക്കും വിസ ലഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരുടെയും ഇറലവൻ്റ് എക്സ്പീരിയൻസ് ആണ്. റെലവൻ്റ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് വിസ സക്സസ് ഉണ്ടാവാം. അപ്പോൾ എക്സ്പീരിയൻസ് ശ്രദ്ധിക്കുക. നിങ്ങളൊരു അക്കൗണ്ടന്റിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലേബറായ ജോലിക്ക് പോകുമ്പോൾ ആ വിസ നിങ്ങൾക്ക് തരേണ്ട കോൺസുലേറ്റിലെ ഓഫീസർക്ക് അത് റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ റിലവൻ്റ് എക്സ്പീരിയൻസ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. ഒരു ഡോക്യുമെന്റേഷൻ എക്സ്പേർട്സിൻ്റെ അടുത്ത് അഡ്വൈസ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ആംസ്റ്റർ പറയുന്നത്, ഈ റിക്രൂട്ട്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഏജൻസിയിൽ നിലവിൽ പ്രോസസ്സ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവർ പോകാൻ ആഗ്രഹിക്കുക, ആ ഏജൻസി വഴി പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സ്വയം പ്രോസസ്സ് ചെയ്യുന്നവരാണ്. ആ ഗ്രൂപ്പിലായിരിക്കും അപ്ഡേഷൻ. 100 കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന ഒരു 10% ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ആയിരിക്കാം. പക്ഷേ ഈ ഗ്രൂപ്പിന്റെ കൂടെ പോയി അവനവന്റെ ഭാവി ഈ പറയുന്ന തുലാസിലാക്കുന്ന പല മലയാളികളെയും ഞങ്ങൾ കാണുന്നുണ്ട്. അവർ അവസാനം എത്തിപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഏജന്റിന്റെ അണ്ടറിലായി. ഈ ഗ്രൂപ്പ് തുറന്നവർക്കൊക്കെ ഒരു എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ഗ്രൂപ്പിന്റെ പുറകെ പോകാതെ, വാട്സാപ്പിൽ നല്ല കാര്യങ്ങളൊക്കെ വരാം, ഈ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ധാരാളമുണ്ട്. പക്ഷേ പലരും ഈ ഫേക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഗ്രൂപ്പുകളിൽ പോയി അവരുടെ അപ്പം ആദ്യമേ ഒരു പോളണ്ട് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ അവർ സ്ലോവാക്കിയ ചെയ്യും, അല്ലെങ്കിൽ ലിറ്റ്വാനിക്ക് ജോയിൻ ചെയ്യും. ഇതിന്റെ അവസാനം ആ ഗ്രൂപ്പിൽ പറയും ഈ കൺട്രി ശരിയല്ല, ആ ഏജൻസി ശരിയല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ. ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പം യൂറോപ്പിലേക്ക് ഈ ഒരു ഇമിഗ്രൻ്റ് ആയി അല്ലെങ്കിൽ ഒരു വർക്കറായി പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണ മലയാളികളോടാണ് ഞാൻ സംസാരിക്കുക. നിങ്ങൾ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വഴിയോ പോവുകയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ എന്ത് ജോലിക്ക് പോകുന്നു ആ ജോലിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വിലയിരുത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രോസസ്സ് ആരംഭിക്കുക. എന്ത് പറഞ്ഞാലും യൂറോപ്പിലേക്കുള്ള പ്രോസസ്സ് എക്സ്പെൻസീവ് തന്നെയാണ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയാൽ മതി. ഗൾഫിലാണെങ്കിൽ 10,000 കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് യൂറോപ്പിൽ ഏത് റീജിയനിൽ പോയാൽ ഇറ്റ്സ് മോർ ദാൻ 50,000. അത്രയധികം പ്രോസസ്സിങ്ങിലും ഡോക്യുമെന്റേഷനിലും വർക്ക് പെർമിറ്റിന്റെയും VFSO BLS അപ്പോയിന്റ്മെന്റും ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ നിങ്ങൾ 1.5 വർഷം അല്ലെങ്കിൽ ചില 2 വർഷത്തിന് ശേഷമാണ് അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും ഒരു കൺസൾട്ടൻസിക്കോ ഒരു ഏജൻസിക്കോ ഒരു എംപ്ലോയർക്കോ നിങ്ങളെ 2 മാസം കൊണ്ട് യൂറോപ്പിൽ എത്തിക്കാനുള്ള മാജിക്കൽ ഹാൻഡ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഡീറ്റെയിൽ ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എനി ഏജൻസി, എനി ഫ്രണ്ട് ഓർ ഒരു റിലേറ്റീവ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പേപ്പർ വർക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ചോദിക്കുക, ഞാൻ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും, ഇതിന്റെ സാധ്യതകൾ എന്താണ്. നിങ്ങൾ ഒന്ന് ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു 90% സക്സസ് റേഷ്യോ ഉള്ളൂ. 10% റിജക്ഷനോ അല്ലെങ്കിൽ ഒരു ക്യാൻസലേഷനോ സാധ്യത മുന്നിട്ട് വേണം നിങ്ങൾ ഏത് ഇമിഗ്രേഷൻ, ഇന്ത്യക്ക് പുറത്തു പോകുന്ന ഏത് പരിപാടിക്കും നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഒരു 10% റിജക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ കാണും. ഈവൻ UAE ആണെങ്കിൽ പോലും. ഇപ്പോൾ UAEയിലേക്ക് വിസിറ്റ് വിസ നേരത്തെ ആൾക്കാർക്ക് ധാരാളം പേര് പോയി ജോലി സെർച്ച് ചെയ്യും. നിലവിൽ അതിൽ ഒത്തിരി മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. UAE ഏറ്റവും ഫ്രണ്ട്ലി ആയ, ഇന്ത്യയുടെ ഏറ്റവും ഫ്രണ്ട്ലി കൺട്രിയാണ് UAE. അവിടെ പോലും ഈ പറയുന്ന വിസിറ്റ് വിസയിൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ തന്നെ നിലവിൽ ബാങ്ക് ബാലൻസ് വേണം, അക്കോമഡേഷൻ വേണം, ഒരു ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ പോകാൻ പറ്റും. അല്ലെങ്കിൽ റിലേറ്റീവ് ആണെങ്കിൽ അവർ കൃത്യം ID കൊടുക്കണം. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഫ്രീ കൺട്രി ആയിരുന്നു. അപ്പൊ എല്ലാ രാജ്യങ്ങളിലെയും ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈസി പരിപാടിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ജനറൽ വർക്കിൽ ഉണ്ടെങ്കിൽ മാത്രം ജനറൽ വർക്കർ ആയിട്ട് പോവുക. ഇത് ഈ കോമൺ ആയിട്ട് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് തരുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും നിങ്ങളുടെ മനസ്സിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഈസി പ്രോസസ് അല്ല. നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി വർക്കിന് യൂറോപ്പിൽ ഏത് കൺട്രി ആയിക്കോട്ടെ, ഷെങ്കനോ നോൺ ഷെങ്കനോ കൺട്രി ആയിക്കോട്ടെ, നിങ്ങൾ ആ കൺട്രിയുടെ സക്സസ്, എക്സാമ്പിൾ പറഞ്ഞ പോളണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവിടുത്തെ സക്സസ് റേഷ്യോ വളരെ കുറവാണ്. അവരുടെ സ്ലോട്ടിംഗ് സിസ്റ്റം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അവരുടെ VFS അപ്പോയിന്റ്മെന്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പ്രോസസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ സക്സസ് ആവുന്ന ധാരാളം രാജ്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ റിക്രൂട്ട്മെന്റിൽ സക്സസും ഫെയിലിയേഴ്സും കാണുന്ന ഒരു കൺസൾട്ടന്റ് ആണ്. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇത് വിസ റിജക്ട് ചെയ്യുന്നത് മനഃപൂർവ്വം ഇദ്ദേഹത്തിന്റെ വിസ റിജക്ട് ചെയ്യണമെന്നൊരു പേപ്പർ വർക്ക് ഒരു റെപ്യൂട്ടഡ് കൺസൾട്ടന്റും ചെയ്യില്ല.
പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് സ്ട്രോങ് ആണെങ്കിൽ റീ അപ്ലൈ ചെയ്യാൻ പറ്റും. സാധ്യതകൾ ഇനിയും ഉണ്ട്. ഒരു ഒരു വിസ റിജക്ഷനും കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പം അതിൽ ഒരു നല്ല കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവാം. ഓരോ പ്രോസസ്സിനും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവാം. എന്ത് സംശയത്തിനും ഞങ്ങൾക്കറിയാൻ പറ്റാത്തതായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ റിക്രൂട്ടേഴ്സ് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അവരവിടുത്തെ അറ്റോർണീസ് ആണ്. അവരോട് സംശയങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുന്നവർ, അത് ഷെങ്കൻ ആയിക്കോട്ടെ നോൺ ഷെങ്കൻ കൺട്രി ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു പ്രോസസ്സിന്റെ നെഗറ്റീവ് പഠിച്ച ശേഷം പോസിറ്റീവിലേക്ക് മാറുക. അല്ല, പോസിറ്റീവാണ്, എനിക്ക് ഗൾഫിലെക്കാട്ടി നല്ല സംവിധാനങ്ങളുള്ള രാജ്യം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലൈമറ്റ് ലെവൽ കുറച്ചുകൂടെ നല്ലത്, ഒരു യൂറോപ്യൻ കൾച്ചർ എനിക്ക് ആസ്വദിക്കണം, എനിക്ക് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അത് ഏറ്റവും നല്ല വഴിയും എക്സ്പെൻസ് കുറഞ്ഞ വഴിയും ഈ അൺസ്കിൽഡ് വർക്കിലൂടെ പോകാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല. അവരും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ കൂടെ പോയി 8-12 മണിക്കൂറും ജോലി ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മനസ്സുള്ളവർ, ശാരീരികമായ അതിനുള്ള ത്രാണിയുള്ളവർ മാത്രം ഇറങ്ങിത്തിരിക്കുക. അതോടൊപ്പം തന്നെ വിസയുടെ സക്സസ് റേഷ്യോ, നിങ്ങൾ ആരാണെങ്കിലും, ഏത് ഏജൻസി ആണെങ്കിലും, എത്ര റെപ്യൂട്ടഡ് ആയോ അല്ലെങ്കിൽ നോൺ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതായ ഏജൻസി ആണെങ്കിലും 90% ആണ് അതിന്റെ സാധ്യത. അത് സക്സസ് ആക്കാൻ തന്നെ ആവാം അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത്, ഒരു ഹറിബറി ആയിട്ട് എന്നാൽ പിന്നെ യൂറോപ്പിലേക്ക് ആംസ്റ്റർ വഴി കുറച്ച് പേര് പോകുന്നത് ഞാൻ കണ്ടു, എന്നാൽ പിന്നെ അവിടെ പോയി ജോയിൻ ചെയ്യാമല്ല. അതിന്റെ സാധ്യതകൾ, റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ, മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ, ഇതിന്റെ ഡിലേ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. റീസെന്റ് ഞങ്ങൾ ഒരു പ്രോസസ് അറ്റൻഡ് ചെയ്തു, വളരെ ഫാസ്റ്റ് ആയിരുന്നു. അത് ഒരു 3 വീക്സ് കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു. പക്ഷേ എനിക്ക് 15 പേരെ പ്ലേസ് ചെയ്യാൻ സാധിച്ചുള്ളൂ, സെർബിയ എന്ന രാജ്യത്തേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന പ്രോസസ്സ് ചിലപ്പോൾ ഫാസ്റ്റ് ആവാം, ചിലപ്പോൾ വളരെ ഡിലേ ആവാം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ഇമിഗ്രേഷന്റെ ഭാഗത്തുനിന്ന്, എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഈ ഒരു സാധ്യതകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞങ്ങൾ ഈ പറയുന്ന ഒരു കൗൺസിലിംഗ് സെഷൻസ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആംസ്റ്റർഡാം, തിരുവനന്തപുരം മുതൽ ഏത് ബ്രാഞ്ചിൽ പോയാലും നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം, ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ചോദിക്കുക. ഇനി ഓൺലൈൻ ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യുക, കാര്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഈ കൺസൾട്ടന്റ് അല്ലെ എക്സ് ഓർ വൈ അവരെ വിശ്വസിച്ചായിരിക്കും നിങ്ങൾ ഈ പ്രോസസ് ആരംഭിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ അവകാശമാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പ് മെമ്പർ ആയ ശേഷം അവർ പറയുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ അല്ല, റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിലനിൽക്കുന്ന ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ, റിക്രൂട്ടർ എന്ന നിലയിൽ ഞങ്ങൾ ഒത്തിരിയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലാണ് ഡിലേ വരാം, പ്രോസസ്സിൽ ഡിലേ വരാം, വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആവാം, വീണ്ടും അപ്പീൽ ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഏത് ഏജൻസിക്ക് അത് മുന്നോട്ട് പറ്റും. അല്ല അഡമന്റ് ആയിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു, ഇത്ര ഫീസ് അടച്ചു, ഇനി എനിക്ക് യൂറോപ്പിൽ പോവാം, ഉള്ള ജോലിയും കളഞ്ഞ് ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ വന്ന് നിൽക്കുന്ന കുറെ ആളുകളെ എനിക്കറിയാം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ ഗൾഫിലെ ജോലി കളഞ്ഞ്? ഇനി ഞാൻ യൂറോപ്പിലെ കൊടുത്തില്ല, ഞാൻ നാളെ യൂറോപ്പിൽ പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ, ഇനി എന്താ ഗൾഫിലെ ജോലി? അതിൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിലനിൽക്കുന്ന ജോലിയിൽ നിലനിൽക്കുക. ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലാണ്, നിങ്ങളുടെ ജോലി നടക്കുക. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ആംസ്റ്റർഡാമിൽ വന്നതാണ്. 8-9 മാസം കൊണ്ട് അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരൊരു ഗെറ്റ് ടുഗദർ ഈവെന്റിലൂടെയാണ് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. ഞാൻ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ജോലിയിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ് ആ പ്രോസസ്സ് ചെയ്തത്. പലരും സൊമാറ്റോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത ഒരാൾ, അവർ ഇന്നും ആ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പല മേഖലയിൽ അൺസ്കിൽഡ് ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ആ പ്രോസസ്സ് ചെയ്തത്. അവരെ സക്സസ് ആയി പോകുന്നു, അവർ വിസ കിട്ടി, അവർ ലാൻഡ് ചെയ്യുന്നു. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഉള്ള ജോലി കളഞ്ഞ് യൂറോപ്പിലേക്കുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയിൽ പോയി ഇനി മുതൽ ഞാൻ വീട്ടുകാരോട് പറയുന്നത് ഞാൻ യൂറോപ്പിലേക്ക് പേപ്പർ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഫ്രീ ആണ്. അല്ല, നിങ്ങളുടെ ഉള്ള ജോലി ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിലൊരു ഫെയിലിയർ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി, വർഷങ്ങൾ പോയി. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ പാരലായി നിങ്ങളുടെ ജോലി തന്നെ തുടരുക. അപ്പം നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം, നമ്മൾ 31-ാം തീയതി ഫ്ലൈറ്റ് ഇറങ്ങിയാൽ എയർപോർട്ടിൽ എംപ്ലോയർ ഉണ്ടാവും, എംപ്ലോയർ ടീം ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. നിങ്ങളെ അവിടെ നിന്ന് ഒരു പിക്ക് ചെയ്യും. ഫസ്റ്റ് അക്കോമഡേഷൻ, ഇവിടുന്ന് പോയവരൊക്കെ മേ ബി സെക്കൻഡ് ഡേ തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ചില 2 ദിവസം കഴിഞ്ഞ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. കംപ്ലീറ്റ് സപ്പോർട്ടിനും നമുക്കവിടെ ടിരാനയിൽ നമുക്കൊരു ഓഫീസുണ്ട്, ലീഗൽ ഓഫീസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആംസ്റ്റർഡാമിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. ആംസ്റ്റർഡാമിലെ എൻ്റെ റിക്രൂട്ടറാണ് അവിടെ, ലൈസൻസ്ഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ സപ്പോർട്ട് അവിടെ ഉണ്ട്. എക്സിസ്റ്റിംഗ് നമ്മുടെ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്, നമ്മുടെ ക്ലയൻസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ നമ്പർ വേണമെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ മുമ്പേ പോയവരാണ്, നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അവരെ വിളിക്കാം, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പോകുന്നതിന് മുമ്പ് ഞാൻ നമ്പർ തരാം, നിങ്ങൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചോളൂ.
അപ്പോൾ അവർ നിങ്ങൾ സംസാരിക്കാം. ചിലപ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുവരാൻ പറയും, ചില മഞ്ഞപ്പൊടിയോ സാമ്പാർ പൊടിയൊക്കെ കൊണ്ടുവരാൻ പറയും, അത് കൊണ്ടു കൊടുക്കുക. നിങ്ങളും അടുത്ത വാച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും ഇതൊക്കെ കേട്ടോ. കോമൺ ആയിട്ട് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ പ്രോസസ്സിനെ പറ്റി എനിക്ക് കോമൺ ആയിട്ട് നിൽക്കുന്നു പറഞ്ഞു തരാം. നിങ്ങൾ യൂറോപ്പിൽ തീരുമാനം എടുത്തവർ ഗൾഫ് പോലല്ല അവിടുത്തെ പ്രോസസ്സ്. കറൻ്റ്ലി നിങ്ങൾ ആരോ പറഞ്ഞു പോളണ്ട്, മറ്റുള്ള യൂറോപ്യൻ ഷെങ്കൻ കൺട്രീസൊക്കെ ഇപ്പോൾ വിസ റിജക്ഷൻ അല്ലെങ്കിൽ VFS അപ്പോയിൻമെൻറ്റ് ഇന്ത്യക്കാരെ വേണ്ട, അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, അങ്ങോട്ട് കയറ്റുന്നില്ല. അതിനിടയ്ക്കാണ് നമുക്ക് ഈ രാജ്യം അൽബേനിയ നമ്മുടെ അടുത്ത് വന്നു. നമ്മുടെ കുറച്ചധികം ക്ലയൻസ് അവിടെ പോകാൻ നിൽക്കുന്നു. ഇനിയും ഇപ്പോഴും ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവരെയൊക്കെ സേഫായിട്ട് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ലൈസൻസ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഒരു ഏജൻസിയെ എല്ലാവരും സമീപിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവരുടെ പ്രസൻസ് ആണ്. അവർ എത്ര കാലം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്, എന്താണ് അവർ പറയുന്നത് പോലെ പാലിക്കുന്നുണ്ടോ. നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടായിരുന്നോ? നിങ്ങൾ പറയുന്നത് പാലിച്ചിട്ടുണ്ടോ, അതോ ഡിലേ ഞങ്ങളാക്കിയതാണോ? അല്ല, അതൊരു പ്രോസസ്സാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് 8-10 മാസമൊക്കെ എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലത് 1.5 വർഷം എടുക്കും. എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു വലിയ ടീം നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഒരു കൺസൾട്ടൻസിയുടെ റോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോലി തരുന്നത് അവിടുത്തെ എംപ്ലോയർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ടർ. അവർ ഇൻ്റർവ്യൂ എടുത്ത് കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, ഇൻ്റർവ്യൂ എടുക്കുന്നത് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ എല്ലാ പേപ്പറും നമ്മളവിടെ കൊടുത്ത് ഓരോ പ്രോസസ്സ് സമയത്ത് ഓരോ ഡോക്യുമെന്റ് ഗവൺമെന്റ് ചോദിക്കുകയാണ്. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഗവൺമെന്റിന് അറിയാം, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും എവിടെ കൊടുത്തിട്ടുണ്ട്. അൽബേനിയ ഗവൺമെന്റ് ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ പറഞ്ഞ കാര്യം, പല മലയാളികളും യൂറോപ്പ് ചൂസ് ചെയ്യുന്നത് യൂറോപ്പിലേക്ക് എന്ത് ജോലി ചെയ്യാനും മതി. എൻ്റെ അടുത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ വരാറുണ്ട്, MBA വരാറുണ്ട്. അവർക്കൊക്കെ വേണ്ടത് യൂറോപ്പിലേക്ക് ഒരു അൺസ്കിൽഡ് വിസ വേണമെന്ന് പറയും. അൺസ്കിൽഡ് ഒരു ദിവസം എനിക്ക് മീൻസ് എൻ്റെ ടീമിന് ഒരു 500-ലധികം കോളുകൾ വരാറുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്, അവർ കണ്ടിട്ട് നമ്മളെ വിളിക്കാറ് തന്നെയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലോട്ടൊന്ന് പോകണം. അവർക്ക് പലർക്കും ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഒന്ന് എൻട്രി കിട്ടുക. ഒരു ഷെങ്കൻ കൺട്രി എന്ന് പറയുമ്പോൾ 29 രാജ്യത്തിൻ്റെ ആക്സസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളിതൊക്കെ റിസർച്ച്ഡ് ആണ്. 29 രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് കയറി പോവുക. ഉദാഹരണം പറഞ്ഞാൽ പോളണ്ടിൽ പോവുക, ഒരു 2-3 മാസം അവിടെ ജോലി ചെയ്യുക, അവിടെ നിന്ന് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പോവാം, ഇഷ്ടമുള്ള രാജ്യത്തോട്ട് പോകാം. ഈ ഒരു സ്വപ്നം കണ്ടിട്ടാണ് അവർ യൂറോപ്പിലേക്ക് പലരും ജോലിയും കളഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഈ പറയുന്ന ഒരു 1.5-2 ലക്ഷം രൂപ അതിന് വേണ്ടി മുടക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ലക്ഷ്യം പോകുക, ഒരു മിനിമം ഒരു 2-3 മാസം ആ കമ്പനി വർക്ക് ചെയ്യുക, അവിടുന്ന് ഇഷ്ടമുള്ളിടത്തോട്ട് ചാടി പോവുക. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് അതങ്ങനെ ചെയ്യരുത്. പറക്കാം സ്വപ്ന രാജ്യത്തിൻ്റെ യൂറോപ്പ് സ്കിൽ കാറ്റഗറിയുടെ ഡീറ്റെയിൽ ആയുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തു. ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ യൂറോപ്പിനെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്ത്. കാണാൻ മറക്കണ്ട ആംസ്റ്റർഡാമിൻ്റെ പറക്കാം സ്വപ്ന രാജ്യത്തിലേക്ക്.